അപ്പോൾ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഒരു 4-5 ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ആഡ് ചെയ്യണത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇത് തന്നെ മതി കേട്ടോ, ഇതിൽ കൂടുതൽ വേണ്ട. ഇത് തന്നെ ചിക്കനും റൈസിനും ധാരാളമായിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം എന്താ പറയുക, നല്ലോണം ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി അരച്ചിട്ട് അതിൻ്റെ ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാണ്ടാണ് കേട്ടോ തക്കാളി അരച്ചേക്കണത്. പിന്നെ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റും ചിക്കൻ്റെ തൈസും ലെഗ്സും കൂടിയുള്ള പീസാണ് എടുത്തേക്കണത്. അതും സ്കിന്നോട് കൂടി. ഏത് പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സ്കിൻ ഉണ്ടെങ്കിൽ ഇതിനും കൂടി ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ റൈസ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എക്സ്ട്രാ 2 പീസ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കണ ബസുമതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ചിക്കനിലേക്കും നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സെല്ല ബസ്മതി ആയിരിക്കും ഇതിനും കൂടി ബെറ്റർ. അതാണെന്നുണ്ടെങ്കിൽ ഒരു 90% കുക്ക് ചെയ്തെടുക്കാം. ഇനി സാധാ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 70 to 80% കുക്ക് ചെയ്താൽ മതി. കാരണം നമ്മളിനി ഇത് പ്രഷർ കുക്ക് ചെയ്യും. അപ്പം നമ്മുടെ ചിക്കനും റൈസും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 കുക്കറിലായിട്ടാണ് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ചിക്കനും മസാലയും വെച്ചിട്ട് രണ്ടാമത്തെ ലെയറായിട്ടാണ് നമ്മൾ റൈസ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് കുത്തിവെച്ച് ഉണക്കനാരിയും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒറ്റ വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയി കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഇപ്പം തന്നെ നമുക്ക് മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്, ടേസ്റ്റിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി റൈസ് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ എയർ ഫ്രൈ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു പാനിലിട്ടിട്ട് ബട്ടർ എങ്ങാനും ഇട്ടിട്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ആ കളർ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിന് ശരിക്കും ഫ്ലേവർ കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാം. അങ്ങനെ സ്മോക്കൊക്കെ ഇട്ട് വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മയോയും ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. ഞാനിവിടെ ടൊമാറ്റോ ചട്നി ഇല്ല, മയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്.